ദൈവനാമത്തിൽ വന്ദനം. ഇന്ന് രാത്രികാലം 18ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. എന്താണ് എൻ്റെ കമ്പ്യൂട്ടർ ബാറ്ററി വീക്കാന്ന് കാണിക്കുന്നു. പ്രൈസലോ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഇന്ന് രാത്രികാലം നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഓക്കെ, എന്തെങ്കിലും വരികയാണെങ്കിൽ എൻ്റെ മറ്റേ ടെലിഫോൺ ഞാൻ നോട്ട് ചെയ്യും. ഞാൻ കുറേ നേരം നോക്കിയപ്പോൾ കറണ്ടിന് കുഴപ്പമൊന്നുമില്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കൃപയും കരുതലും നമ്മുടെ മേൽ പകരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട നോൻ വളരെ മനോഹരമായി ലീഡ് ചെയ്യുവാൻ തക്കോണം ദൈവം ഇടയാക്കി. ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല, ഇത്ര ശക്തനാണെന്ന് വിചാരിച്ചില്ല. ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു. പെങ്ങൾ ഏഞ്ചലാണെങ്കിൽ എന്നാ തകർപ്പം വായനയായിരുന്നറിയാം. ദൈവത്തിന് സ്തോത്രം. സിസ്റ്റർ റോസമ്മ വായിപ്പാൻ തക്കണം റെഡിയായിട്ട് നിൽക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മനോഹരമായി വായിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി പകരട്ടെ. ഇന്ന് രാത്രികാലം ഡോക്ടർ ഏഞ്ചൽ അതിമനോഹരമായ ഗാനങ്ങൾ പാടി പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ തക്കണം ദൈവം സഹായിച്ചു. എൻ്റെ പല പ്ലാറ്റ്ഫോമിലും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസിയാണ്, ഒരു മെഡിക്കൽ ഡോക്ടറാണ്. എത്രമാത്രം ഉത്സാഹം കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതുപോലെ അവസാനമായി സുപ്രസിദ്ധ ഗായകരായിരിക്കുന്ന സിസ്റ്റർ ലിജി ശൗമേലും ലിജിയുടെ മകളും ഫെബിയായി ചേർന്ന് മനോഹരമായൊരു പാട്ട് അവരാലപിക്കും. അവരും ഈ അടുത്തിടയിൽ എൻ്റെ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നാണ്. ദൈവം മനോഹരമായി പാടാൻ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ പകർന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് രാത്രികാലം നമ്മുടെ 18ാമത്തെ ക്ലാസ്സിൻ്റെ വിഷയമായി നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളും വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാലുലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യവും. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പത്മോസ് ദ്വീപിൽ ഏകനായി കിടക്കുന്ന യോഹന്നാന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ് നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. 18 ദിവ്യ വിശേഷത്തോടുകൂടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഇപ്പൊ യോഹന്നാന് വെളിപ്പെട്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ചില ഭാഗങ്ങൾ ചിന്തിപ്പാൻ തക്കൊണ്ടും ദൈവം ഇടയാക്കി 7 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അതായത് 1, പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിലയെങ്കിൽ. 2, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. 3, തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ. 4, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. 5, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. 6, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. 7ാമത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂടെ ചിന്തിച്ചെടുത്തത് അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. ഈ 7 വിഷയങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. യോഹന്നാൻ യേശുക്രിസ്തുവിനെ ഇതുപോലുള്ള ഒരു രൂപത്തിൽ കണ്ടിട്ടില്ല. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന വ്യക്തിയാണ്. 3.5 വർഷം യേശുവിന്റെ അത്ഭുതങ്ങളൊക്കെ കണ്ട വ്യക്തിയാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ കൊട്ടയൊക്കെ ചുമന്നുകൊണ്ട് നടന്ന വ്യക്തിയാണ് യോഹന്നാൻ. യോഹന്നാൻ യേശുവിന്റെ മാറിൽ ചാരിയിരുന്ന വ്യക്തിയാണ്. ആ മഹാസന്തൃപ്തി സ്നേഹം ആസ്വദിച്ച വ്യക്തിയാണ്. 5 നിലയിൽ യേശു സ്നേഹിച്ച ശിഷ്യനെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. യേശു ഏറ്റവും സ്നേഹിച്ച ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. ആ യോഹന്നാനാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഈ സംഭവങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തത്. യോഹന്നാനെ ദഹിപ്പിച്ചാൽ അത് വേണ്ടവണ്ണം ഒട്ടും മറച്ചു വയ്ക്കാതെ കാര്യങ്ങൾ കൊടുക്കും, നമ്മളെ അറിയിക്കും എന്ന് ദൈവത്തിന് യോഹന്നാനെ കുറിച്ച് മനസ്സിലായതുകൊണ്ട് ആണ് യോഹന്നാൻ ഇത് പരമേൽപ്പിച്ചത്. കാരണം യോഹന്നാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്രൂശിന്റെ ചോട്ടിൽ. എല്ലാ ശിഷ്യന്മാരും ഉണ്ടായിരുന്ന കൂടെ നടന്നവരാണ്. തോമസ് അതേ നാമും അവരുടെ മരിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് ഉത്സാഹിച്ച ഒരു വ്യക്തിയാണ്. എല്ലാവരും തള്ളിപ്പറഞ്ഞാൽ ഞാൻ തന്നെ തള്ളിപ്പറയത്തില്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ് പത്രോസ്. അവരെ ആരെയും ക്രൂശിന്റെ ചോട്ടി കാണുന്നില്ല. ഇത്രയും ശിഷ്യഗണങ്ങളുടെ കൂട്ടത്തിൽ ഈ യോഹന്നാൻ അപ്പോസ്തലൻ മാത്രമേ കാണുന്നുള്ളൂ.
യേശു യോഹന്നാനെ അധികം സ്നേഹിച്ചു. യേശു ക്രിസ്തുവിനും 3 ശിഷ്യഗണത്തിൽ തന്നെ 3 ഭാഗമുണ്ടായിരുന്നു. അതായത് പ്രത്യേകിച്ച് യോഹന്നാനെ നമ്മൾ കാണാൻ കഴിയുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവരെ 3 പേരും യേശു ചില സംഭവങ്ങൾ നടക്കുമ്പോൾ ഇവരെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ലെന്നല്ല, പൗലോസ് തന്നെ പറയുന്നുണ്ട്, മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്. അതുപോലെ ദൈവത്തിനുമുണ്ട്. യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തിയാണ് യോഹന്നാൻ. യേശുവിനെ ഏറ്റവും അധികം സ്നേഹിച്ച വ്യക്തിയാണ് മഗ്ദലക്കാരത്തി മറിയ. മറ്റുള്ളവർ സ്നേഹിച്ചതിനേക്കാളെല്ലാം ഏറ്റവും അധികം സ്നേഹിച്ചൊരു വ്യക്തിയാണ് മഗ്ദലക്കാരത്തി മറിയ. അപ്പൊ ക്രൂശിന്റെ ചുവട്ടിൽ കണ്ട ഈ യോഹന്നാനെ ഈ ചുമതല ഏൽപ്പിച്ചാൽ അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുമെന്ന് കർത്താവിന് അറിയാവുന്നതുകൊണ്ടാണ് യോഹന്നാനെ ഏൽപ്പിച്ചത്. അപ്പൊ യേശുവിന്റെ മാർവിൽ, ആ മർക്കോസിന്റെ മാളിൽ ചാരി ഇരുന്നല്ലോ. ശിഷ്യന്മാരാരും അങ്ങനെ ചാരി ഇരുന്നിട്ടില്ല. യോഹന്നാൻ യേശുവിന്റെ മാർവോട് ചാരി ഇരുന്നു. അത് ചാരിയിരിക്കാൻ തക്ക പ്രയാസമില്ലായിരുന്നു. എന്നാൽ യേശു അങ്ങനെ ഈ മനുഷ്യത്വമെടുത്ത് ലോകത്തിൽ വന്നെങ്കിലും യേശു ക്രിസ്തുവിന്റെ ആ ദേവാലയം, യേശു ഒരു ദേവാലയമാണ്. ആ ദേവാലയം അപ്രകാരമല്ലായിരുന്നു. അത് നമ്മൾ പഠിക്കാൻ തക്കൊണ്ട് പോവുകയാണ്. കാരണം ദേഹമെന്ന ആ തെരശീല കൊണ്ട് ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒരു ശരീരമായിരുന്നു യേശുവിന്റെ ശരീരം. അവന്റെ മഹത്വം ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്ത സന്ദർഭമുണ്ട്. എബ്രായലേഖനം 9-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തായി വലിപ്പവും തികവുമേറിയൊരു കൂടാരം. യേശുവിന്റെ ഈ കൂടാരം വലിപ്പവും തികവുമേറിയൊരു കൂടാരമായിരുന്നു. ശലോമോന്റെ ദേവാലയത്തെക്കാൾ വലിയൊരു കെട്ടിടമായിരുന്നു യേശു ക്രിസ്തുവിന്റെ ശരീരം. അതുപോലെ സെരുബാബേൽ പണിച്ചതിനേക്കാൾ, ഹേരോദാവ് പണിച്ചതിനേക്കാൾ വലിപ്പം ഉള്ള ഒരു ശരീരമായിരുന്നു യേശുവിൻ്റെ. എന്നാൽ ദേഹം എന്ന തെരശീലുണ്ട്, അത് ഒതുക്കി നിർത്തിയിരിക്കാൻ. കൊലോസ്യലേഖനത്തിൽ വായിക്കുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒരു ശരീരമായിരുന്നു യേശു ക്രിസ്തുവിന്റെ. എന്നാൽ യേശു ക്രിസ്തുവിനെ ഇപ്പൊ കാണേണ്ട വിധത്തിൽ യോഹന്നാൻ ഇപ്പോൾ കാണുകയാണ്. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ, ഇപ്പം പിതാവിന്റെ സന്നിധിയിൽ എപ്രകാരം യേശു ആയിരിക്കുന്നു അതേ അവസ്ഥയിൽ ഇപ്പൊ യോഹന്നാൻ കാണുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിനെ യോഹന്നാൻ കാണുന്നത് 12 വിശേഷതയോടുകൂടിയാണ്. 12 വിശേഷതകൾ. നിലയെങ്കി ധരിച്ച്, നമ്മളത് പഠിച്ചു, മാർത്ത് പങ്കച്ച് കെട്ടി, തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ, 4 അഗ്നിജാലിക്കത്തെ കണ്ണ്, നമ്മൾ കാണുമ്പോൾ പേടിച്ചു പോകത്തില്ലേ? കാൽ ഉലയിൽ ചുട്ടുപിടിപ്പിച്ച വെള്ളോട്ടിന് സദൃശം കാല്. അതുപോലെ തന്നെ ഈ ലോകത്തായിരുന്നപ്പോൾ ഈ കാലിലെല്ലാം ആണിയടിച്ചു കയറ്റുന്ന. പിന്നെ യേശുവിന്റെ ശബ്ദമാണെങ്കിൽ പെരുവെള്ളത്തിന്റെ ശബ്ദം പോലെയാണ്. ഈ ലോകത്തിലായിരുന്നപ്പോൾ അവന്റെ ശബ്ദം എപ്രകാരമായിരുന്നു? എത്ര മാധുര്യമേറിയ ശബ്ദമായിരുന്നു. ശാസിക്കേണ്ട സമയത്ത് യേശു ശാസിക്കും. സംസാരിക്കുമ്പോൾ പറയും, അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനും ആളുവരെ എല്ലാവരും എൻ്റെ അരിക്കുമാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അല്ലേ? സഹായിക്കുന്നതിനെല്ലാം എൻ്റെ അരിക്ക് വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, അവന്റെ വലങ്കയിൽ നമ്മളെ വഹിച്ചിരിക്കുന്നു. സകല വിശ്വാസികളെയും ദൈവദാസന്മാർ അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ടായി. ആ 7 നക്ഷത്രം സഭാ ശുശ്രൂഷന്മാരെ ദൂത് കൊടുക്കുന്നവരെ കാണിക്കുന്നു എന്ന് ഞാൻ പറയുണ്ടായി. അവരെപ്പോഴും ദൈവത്തിന്റെ വലങ്കയിൽ വഹിക്കുന്നു. അതുപോലെ അവരെ മാത്രമല്ല, സകല വിശ്വാസികളെയും ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ വഹിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി ദൂതന്മാരായുള്ള ഒരു യഹോവയെ വാഴ്ത്തുകയും. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, അവന്റെ തൃക്കൈയിൽ സകലതയെയും വഹിക്കുന്നു. നമ്മളെല്ലാവരും അവന്റെ തൃക്കൈയിലാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 8ാമത്തെ വിഷയമാണ്. ഞാൻ എളുപ്പം ഈ 1-ാം അധ്യായം തീർക്കാനാണ് നോക്കുന്നത്. എളുപ്പം തീരാൻ ഒക്കത്തില്ല. കാരണം പാതാളത്തെയും മരണത്തെയും ഒക്കെ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പഠിക്കാൻ തക്കണം. ശാന്തമായി പഠിച്ചു പോകാം, അടുക്കായിട്ട് പഠിച്ചു പോകാം. പരീക്ഷ വരാൻ പോകുന്നു, താമസിക്കാതെ എക്സാമിനേഷൻ വരും. ആ സമയത്ത് ആരൊക്കെ പഠിച്ചു എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഞാനും SCA പാസ്റ്ററും. ഭയങ്കര കർശനമായ എക്സാമിനേഷൻ ആയിരിക്കും. അത് ഈ നിങ്ങൾ ഡോക്ടറേറ്റിനൊക്കെ പഠിക്കുന്ന പോലൊന്നുമല്ല. അതുകൊണ്ട് എല്ലാവരും വളരെ ഉത്സാഹത്തോടെ പഠിക്കണം. ലളിതമായ ചോദ്യം, പക്ഷെ 15 ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം എഴുതി കഴിയുന്നവർക്ക് കാശ് അവാർഡും. ഇവിടെ 8ാമത്തെ വിഷയം, അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ വായിൽ നിന്ന്
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഇരുവായ്ത്തലുള്ള ഈ മൂർച്ചയേറിയ വാളെന്താണ്? അത് ദൈവത്തിന്റെ വചനമാണ്. കാരണം എബ്രായർ 4:12 വായിച്ച്. എബ്രായർ 4:12. വചനം ജീവൻ ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജുകളെയും വേറെ വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. നോക്കണമേ, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആ വചനത്തെ കുറിച്ച് പറയുകയാണ്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. നമ്മുടെ കർത്താവിന്റെ പേര് തന്നെ ദൈവത്തിന്റെ വചനമെന്ന്. കാരണം അങ്ങനെ വെളിപ്പാട് 19 അധ്യായത്തിൽ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുവാൻ കഴിയും. ദൈവത്തിന്റെ വചനമെന്ന് അവന് പേർ. അപ്പൊ യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തെ ഇരുവായ്ത്തലുള്ള വാളായിട്ടാണ് പറയുന്നത്. കാരണം ദൂതറിയിക്കുന്ന നമ്മൾ, ദൂത് പറയുന്ന വ്യക്തിയെയും ബാധിക്കുന്നതാണ്, കേൾക്കുന്ന വ്യക്തിയെയും ബാധിക്കുന്നതാണ്. രണ്ട് വശത്തിന് മുറിവ്, അതേ നല്ല മൂർച്ചയുള്ളതാണ്. മൂർച്ചയേറിയ ഒരു വാളാണ് കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത്. ഇവിടെ വായിക്കുന്നു, അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയുള്ള ഇരുവായത്തുള്ള വാൾ പുറപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ എഫെസ്യർ 6 അധ്യായം 17 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവവചനം ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവി. ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവി. ദൈവ വചനമെന്ന ആത്മാവിന്റെ വാൾ. ദൈവവചനത്തെ ആത്മാവിന്റെ വാളിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. എഫെസ്യർ 6 അധ്യായത്തിൽ റോമൻ പടയാളികൾക്ക് ഉള്ള യൂണിഫോം പോലെ തന്നെ നമുക്കൊരു യൂണിഫോം ആണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോടും അത്രേ. എന്നിട്ട് നമ്മൾ എന്തെല്ലാം ധരിക്കണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. രക്ഷ എന്ന ശിരസ്ത്രം. ഇവിടെ വായിക്കുന്നത് ആത്മാവെന്ന വാള് കൈക്കൊള്ളുകയും. ആ വാള് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പത്രോസിന്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നു. യേശുവിന്റെ കൂടെ നടക്കുന്നെങ്കിൽ ഒരു വാളുണ്ടായിരുന്നു. യേശുവിനെ പിടിച്ചു കഴിഞ്ഞപ്പം പത്രോസ് ആ വാൾ ഊരി അതേ മഹാപുരോഹിത ദാസന്റെ കാത് അർത്ഥ കാര്യം നമുക്കറിയാം. കർത്താവ് പറഞ്ഞു, നിന്റെ വാൾ ഉറക്കാതിരുക, ഇത് അതിനുവേണ്ടി ഉപയോഗിക്കുള്ളതല്ല. എന്നാൽ ദൈവവചനമാകുന്ന വാൾ അത് നമ്മൾ എല്ലാവരും ധരിച്ചിരിക്കണം. ആ വചനം എന്ന വാൾ ഉണ്ടെങ്കിൽ നമുക്ക് നിലനിൽപ്പാൻ തക്കൊണ്ട് കഴിയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ സാത്താൻ വന്നപ്പോൾ ഈ വാളാണ് ഉപയോഗിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. യേശുവിന് എത്ര പരീക്ഷ കൊടുത്തു? 3 പരീക്ഷ. നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഓണപരീക്ഷയുണ്ട്, ക്രിസ്മസ് പരീക്ഷയുണ്ട്, വലിയ പരീക്ഷയുണ്ട്. ഇതുപോലെയായിരുന്നു സാത്താൻ 3 പരീക്ഷ യേശുവിന്റെ അരികിൽ കൊണ്ടുവന്നു. യേശു 40 ദിവസം 40 രാവ് ഉപവസിച്ചു. ഉപവാസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്ന് കഴിഞ്ഞപ്പോൾ സാത്താൻ ഈ സമയം തന്നെ പരീക്ഷിക്കാൻ കടന്നു വന്നു. നമ്മൾ കൺവെൻഷൻ നടത്തുമ്പോഴൊന്നും സാത്താൻ വലിയ പ്രശ്നമൊന്നുമില്ല. കൺവെൻഷൻ കഴിയുമ്പോഴാണ് പ്രോബ്ലം ഉണ്ടാക്കുന്നത്, അടിപിടിയൊക്കെ ഉണ്ടാകും. ഉപവാസപ്രാർത്ഥന നടത്തുമ്പം പ്രശ്നമൊന്നും സാത്താൻ ഉണ്ടാക്കത്തില്ല. ഉപവാസം കൊണ്ട് കഴിയുമ്പോഴാണ് അത് ഒരു ഊണൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിൻ്റെ അകത്ത് സാമ്പാറിന് ഉപ്പില്ലെന്നൊക്കെ പറഞ്ഞ് അന്നേരമാണ് സാത്താൻ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട്. കാരണം ഇത് എന്തുമാത്രം ഉണർവുണ്ടെന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കും. യേശുക്രിസ്തുവിന്റെ ഉപവാസ സമയത്ത് സാത്താൻ കടന്നു വന്നില്ല. ഉപവാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പരീക്ഷ വന്നു. ആ സമയത്ത് ഏത് വാളാണ് ഉപയോഗിച്ചത്? ദൈവവചനമാകുന്ന വാളാണ് ഉപയോഗിച്ചത്. സാത്താൻ ഒരു കല്ല് എടുത്തുകൊണ്ട് വരിക. ഈ കല്ലപ്പം പറ, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഈ കല്ല്. ഈ പരീക്ഷയിലൊക്കെ നമ്മളാണെങ്കിൽ അത് സാത്താൻ പറഞ്ഞു ഉപയോഗിച്ച പദം അറിയാമോ? നീ ചുണയുള്ള അപ്പന്റെ മകനാണെന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ല. നീ ചുണയുള്ള അപ്പന്റെ മകനാണെങ്കിൽ നീ ഒന്ന് കാണിച്ചു എന്ന് പറയും. എന്ന് പറഞ്ഞല്ല, നീ ദൈവത്തിന്റെ പുത്രൻ എങ്കിൽ സംശയാർത്ഥം കൊണ്ടിരിക്കുകയാണ്. സംശയം. യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് സാത്താൻ വ്യക്തമായിട്ട് കേട്ടതാണ്. സ്നാന സമയത്ത് ഇവനെന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മറുമലയിൽ വെച്ച് ഇവന് ചെവി ഒടിപ്പി, ഇവനും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഇതൊക്കെ സാത്താൻ കേട്ടതാണ്. സാത്താൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ ആരെന്ന് എനിക്കറിയാം, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. ഇപ്പോൾ അല്പം പ്രയാസം വന്നു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ യേശുവിന് വിശന്നു. അപ്പോൾ പരീക്ഷ നടത്തു. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം, അപ്പോൾ പരീക്ഷ നടത്തു. നിനക്ക് വിശക്കുന്നല്ലോ. ഈ വർത്താനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരാ ചാഞ്ഞു പോകാത്തത്? സാത്താൻ കൊണ്ടിരുന്ന ഈ പരീക്ഷ ആരാണ് ചാഞ്ഞു പോകാത്തത്? ഏതൊരു വ്യക്തിയും അയ്യോ എന്തൊരു വാത്സല്യമാണ് നമ്മൂടെ എന്ന് ചിന്തിക്കും. കർത്താവ് എന്താ പറഞ്ഞതറിയാമോ?
മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ആവർത്തന പുസ്തകം 8-ാം 5-ാം വാക്യം എടുത്ത് ഉദ്ധരിച്ചു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. എഴുതപ്പെട്ട വചനമാണ് എടുത്തത്. ദൈവത്തിന്റെ സ്തോത്രം. അല്ല, നമ്മളാണെങ്കിൽ ആദ്യം മുതൽ പത്സിക്കുന്നു. ഞാൻ ഓർക്കുക, ഇന്ത്യയില് തിരുവനന്തപുരത്ത് നിന്ന് അവിടുന്ന് സാത്താനെ പത്സിക്കുന്നു, ഇവിടെ അമേരിക്കയിൽ വരുമ്പോൾ ഞാൻ ഇവിടുന്ന് പത്സിക്കുന്നു. എന്താട്ടാവും കൊള്ളുന്നത്? ഒരു നാണോ ഇല്ലാത്തൊരു വ്യക്തിയാണ് സാത്താൻ. പിന്നെയും അവൻ വന്ന് നമ്മുടെ ഇടയ്ക്ക് വന്നിരിക്കും. പിന്നെയും വന്നിങ്ങനെ നോക്കും, ഇന്ന് ഇവള് എങ്ങനെയാ വന്നിരിക്കുന്നത്, ഇന്നിവൻ എങ്ങനെയാ വന്നിരിക്കുന്നത്, ഇങ്ങനെ നോക്കി നമ്മളെ വിഴുങ്ങാൻ തക്കൊണ്ട് നടക്കുന്ന നാണമില്ലാത്ത ഒരു ആളാണ് പിശാച്. ആളെന്ന് പറയാൻ ഒക്കത്തില്ല, ഒരു പോരാട്ടം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പിശാച് വന്ന് പറയാണ്, നിനക്ക് വിശക്കുന്നല്ലോ, ഈ കല്ല് അപ്പമാൻ പറ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് പറഞ്ഞ സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴല്ലോ സാത്താനങ്ങ് പോയി. എഴുതപ്പെട്ട വചനമല്ലേ. സാത്താനെ ഓടിക്കാൻ ഏറ്റവും വലിയ മാർഗം ദൈവത്തിന്റെ വചനത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും സാത്താനെ ജയിപ്പാൻ തക്കണം നമുക്ക് കഴിയും. ഈ ആട്ടൊന്നും കൊടുത്താലും സാത്താനൊന്നും പോകത്തില്ല. അവനോടൊന്നും കൊള്ളു. എത്ര ആട്ട് ഞാൻ കേട്ടതാ, എത്ര പ്രവാചകന്മാരുടെ ആട്ട് ഞാൻ കേട്ടതാ. സാത്താനോടെ പിന്നെ അപ്പോ നമ്മൾ വായിക്കണം, 2-ാമത്തെ യേശുവിനെ ഉയർന്ന ഗോപുരത്തിന്റെ മുകളിൽ കൊണ്ട് നിർത്തി. അപ്പൊ സാത്താൻ ബൈബിളും കൊണ്ടുവന്നു. നോക്കണമേ, യേശു ബൈബിൾ തുറന്നപ്പോൾ സാത്താനും ബൈബിളും തുറന്നപ്പോൾ നമ്മളെക്കാളൊക്കെ സാത്താൻ നല്ലോണം മനസ്സിലാക്കിയ. നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ കീഴോട് ചാട്, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പാരിപ്പാൻ നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമല്ലോ. അപ്പൊ അത് അവിടെയും പറയുന്ന സംശയമാ. നീ ദൈവത്തിന്റെ പുത്രൻ എങ്കിൽ, ചുണയുള്ള അപ്പന്റെ മകനാണെങ്കിൽ, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ കീഴോട്ട് ചാട്. 91-ാം സംഘത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പാതിരിപ്പാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചോളുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഒന്ന് ചാടിക്കേ. നമ്മളില്ലായിരുന്നെങ്കിൽ യേശുവിന്റെ നാമത്തെ ഒറ്റ ചാടി. അങ്ങനെ ചാടിയ ആൾക്കാരും നടന്നടിച്ചവരെ കിടന്നിട്ടുണ്ട്. കാരണം വിശ്വാസത്തിന്റെ ആധിക്യം കൊണ്ട് ഒരു ഡെഡ് ബോഡി പിടിച്ച് കൊമളിയിൽ ഒരു വ്യക്തി യേശുവിന്റെ നാമത്തെ ഉയർക്കാൻ പറഞ്ഞു, കഴിഞ്ഞ് വിരിഞ്ഞു പോകും. അപ്പം അങ്ങനെയൊക്കെ പഴയ കാലത്താ. അങ്ങനെയൊക്കെ നമ്മൾ സാത്താൻ കൊണ്ടുവരുന്ന പരീക്ഷയിൽ നമ്മൾ അതേ അകപ്പെട്ടു പോകരുത്. യേശു ചാടിയില്ല. ഉണർവിന്റെ അറ്റത്തെ കൊണ്ട് കയറ്റി നിർത്തിയിരിക്കുന്നത്, ഏറ്റവും അറ്റത്ത്. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിട്ടുണ്ടല്ലോ. ആത്മാവിന്റെ പാട് യേശു എഴുതപ്പെട്ട വചന, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിട്ടുണ്ടല്ലോ. സാത്താനോട് ഞാൻ ബൈബിൾ മടക്കി. അതുകൊണ്ട് രക്ഷയിൽ നിന്ന് മനസ്സിലായി. പിന്നെ ഉയർന്ന ഒരു മലയുടെ മോളിൽ കൊണ്ട് കയറ്റി നിർത്തി. എല്ലാ രാജ്യങ്ങളും കാണിച്ചു. ആസ്ട്രേലിയ കാണിച്ചു, അമേരിക്ക കാണിച്ചു, ഗൾഫ് രാജ്യങ്ങളെല്ലാം കാണിച്ചു. ഈ കാണുന്ന എല്ലാം എന്റേതാ. സാത്താൻ യേശു പറയും, അല്ല എന്റേതാ. വീണ് എന്നെ നമസ്കരിക്കാമെങ്കിൽ ഞാനിതെല്ലാം നിനക്ക് തന്നേക്കാന്ന് പറഞ്ഞു. ഉടനെ യേശു പറഞ്ഞ ഉത്തരം എന്താണെന്നറിയാമോ? സാത്താനെ എന്നെ വിട്ടുപോകും, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുകൂടി എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം ദൈവത്തിന്റെ വചനമാണ് നമ്മളെ നിലനിർത്തുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. 8-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ വാസ്തവമായി നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇന്ന് രാത്രി കാലം ഈ വെളിപ്പാട് പുസ്തകം എടുക്കുന്ന സമയത്തൊക്കെ സാത്താൻ വലിയ പോരാട്ടമാണ് കൊണ്ടിരുന്നത്. അതിലൊന്നാണ് ഇപ്പോൾ നടന്നത്. ഇതുവരെയും എന്റെ ലാപ്ടോപ്പിന് കുഴപ്പമില്ലായിരുന്നു, ബാറ്ററി വീക്കായി പോയെന്ന് ഇപ്പൊ രാവിലെ എടുത്തപ്പോഴാണ് കാണിക്കുന്നത്. അതിങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അല്ലെങ്കിൽ പെട്ടെന്ന് പ്രീമിയറിനുള്ളതൊക്കെ ചെയ്തേനെ. നമുക്ക് പെട്ടെന്ന് ചില വാക്യങ്ങൾ വായിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായുത്തലുള്ള വാൾ പുറപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവന്റെ വായിൽ നിന്ന് അവന്റെ ലാവണ്യ വാക്കുകൾ നിമിത്തം അവർ അവനെ പുകഴ്ത്തിയെന്ന യേശു ക്രിസ്തു അവന്റെ ലാവണ്യ വാക്കുകൾ പള്ളിയിൽ ചെന്ന് യേശു ക്രിസ്തു ദൂതറിയിച്ചപ്പോൾ യെശയ്യാപ്രവചനം 61-ാം അധ്യായം 1-2 വാക്യങ്ങൾ എടുത്ത് വായിച്ച സന്ദർഭത്തിൽ പള്ളിയിലുള്ളവരുടെ എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവങ്കൽ പതിഞ്ഞിട്ട് യേശു ഈ വചനം വായിച്ചതിനാൽ ഇന്ന് ഈ പ്രവചനത്തിന് നിവൃത്തി വന്നു എന്ന് പറഞ്ഞു. അവന്റെ ലാവണ്യ വാക്ക് കേട്ടപ്പോൾ അവരെല്ലാവരും അവനെ പുകഴ്ത്തി എന്നാണ് നമുക്കവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മൂർച്ച
ഏറിയ വാൾ പുറപ്പെടുന്നു എന്ന് വായിക്കും. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ പ്രത്യക്ഷതയിൽ നമ്മൾ കാണുവാൻ കഴിയുന്ന കാര്യമാണ് അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എത്ര വലുതാണ്! ഹർമഗദോൻ യുദ്ധത്തിൽ യേശു ക്രിസ്തുവുമായി യുദ്ധം ചെയ്യാൻ തക്കണം കടന്നു വരുന്നവരുടെ അരികിലേക്ക് അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുമ്പോൾ അവരെല്ലാം കൊന്നുകളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഈ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന് സ്തോത്രം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 2 തെസ്സലോനിക്കർ 2:8 വായിക്കാമോ? അപ്പോൾ വെളിപ്പെട്ടു വരും, അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. നോക്കണമേ, തന്റെ വായിലെ ശ്വാസത്താൽ അന്തിക്രിസ്തുവിനെ ഒടുക്കുന്ന കാര്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അന്തിക്രിസ്തു ദൈവാത്തിരുന്ന് ദൈവം നച്ച് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ ദൈവജനമാകുന്ന ശ്വാസത്താൽ സാത്താനെ ഒടുക്കിക്കളയും എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ യെശയ്യാ 11:4 വായിച്ചേ. യെശയ്യാ 11:4 പെട്ടെന്ന് വായിച്ചു. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. തന്റെ അതരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. തന്റെ അതരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. അന്തിക്രിസ്തുവിനെ ദൈവം നശിപ്പിക്കുന്ന ഭാഗമാണ് ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതൊക്കെ നമ്മൾ പഠിക്കാൻ തക്കണം പോകുന്നേ ഉള്ളൂ. ഇനിയും വെളിപ്പാട് പുസ്തകം 2:14 മുതൽ 16 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ദുരുപദേശം ശത്രു സഭയിൽ കൊണ്ടുവരുന്നതായിട്ട് കാണുവാൻ തക്കണം കഴിയും. വായിച്ചേ. വെളിപ്പാട് 2:14 മുതൽ 16 വരെ. കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത് ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കൊല്യാവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും എന്ന് വായിക്കുന്നു. കാരണം പെർഗമോസ് സഭയിൽ ദുരുപദേശം കടന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇപ്പോ സഭയുടെ നടുവിൽ നടക്കുമ്പോൾ മൂർച്ചയുള്ള ഇരുവായ്ത്തലുള്ളവനായിട്ടാണ് നടക്കുന്നത്. കാരണം സഭയിൽ ദുരുപദേശം കൊണ്ടുവന്നാൽ, സഭയിൽ അശുദ്ധി കൊണ്ടുവന്നാൽ അവരോട് പോരാടാൻ കൊണ്ട് കർത്താവ് നമ്മുടെ സഭയുടെ നടുവിൽ ഉണ്ട്. ദൈവമക്കൾ മനസ്സിലാക്കണം. പത്മോസ് ദ്വീപിൽ കിടന്ന യോഹന്നാന് 7 സഭകളുടെ നടുവിൽ, 7 നക്ഷത്രങ്ങളുടെ നടുവിൽ നിൽക്കുന്ന യേശുവിനെയായിട്ടാണ് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത്. ഏത് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ 7 സഭകൾ. 7 സഭകളുടെ നടുവിൽ കൂടെ കർത്താവ് ഉലാവിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവന്റെ വായിൽ എന്തുണ്ട്? ഇരുവായ്ത്തലുള്ള ഭാവമുണ്ട്. പെർഗമോസ് സഭയുടെ ആ സഭയ്ക്ക് സംഭവിച്ചെന്താ അറിയാമോ? അവിടെ ബാലാക്കിന്റെ അരിക്കല് ബലയാം ഒരു ഉപദേശം കൊടുത്തു. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും അതേ ബാലിനെ നമസ്കരിക്കേണ്ടതിനും ആ മോവാബി സ്ത്രീകളെ ഒരുക്കി വിടാൻ പറഞ്ഞ് ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ പറഞ്ഞു കൊടുത്ത ആ രഹസ്യം പഴയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. കാരണം ബലയാം ചെന്ന് പ്രാകാൻ നോക്കിയപ്പോൾ ഈ ജനത്തിനൊന്നും സംഭവിക്കുന്നില്ല. അദ്ദേഹം ചോദിക്കുന്നത്, യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? യഹോവ ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് ഈ ബാലാക്ക് ബലയാമിനോട് വളരെയധികം ചൂടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സംഖ്യാപുസ്തകം 22 മുതൽ അധ്യായം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലാകും. ഉടനെ എങ്ങനെയെങ്കിലും ഇവന്റെ കയ്യിൽ പണം മേടിക്കണമല്ലോ, അതിന് ഇവൻ രഹസ്യമായി ചെന്ന് ബാലാക്കിന്റെ ചെവിയിൽ ഒരു മന്ത്രം നടത്തി. അത് പഴയ നിയമത്തിൽ പറയുന്നില്ല, പക്ഷെ വെളിപ്പാട് പുസ്തകം പെർഗമോസ് സഭയുടെ ദൂതൻ എഴുതിയപ്പോൾ അത് കണ്ടുപിടിച്ച് സഭയ്ക്ക് വെളിപ്പെടുത്തുന്നു. എന്താണെന്നറിയാമോ? നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. മോവാബി സ്ത്രീകളെ അണിഞ്ഞൊരുക്കി ഇസ്രായേൽ മക്കളെ കൂടാരങ്ങളിലേക്ക് വിടുക. അവരുടെ വിശുദ്ധിയെല്ലാം മാറിപ്പോകും. ഇപ്പൊ ഇവരെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം ഇവർ തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ്. ജാതികളുടെ കൂട്ടത്തിൽ ഇവർ എണ്ണപ്പെടുന്നില്ല. അതുകൊണ്ട് ഇവരോടൊന്നും ചെയ്യാൻ തക്കണം സാധ്യമല്ല. ഒരടർച്ച വെക്കാമെങ്കിൽ നിശ്ചയമായും അതേ ഇവർ തകർന്നു പോകും. മോവാബി പെൺകുട്ടികളെ അണിഞ്ഞൊരുക്കി വിടുക. അവിടുത്തെ യൂത്ത് എല്ലാം കയറി അവരുമായിട്ട് സംസർഗം പുലർത്തി
അതേ വാൽപേറിനോട് ചേർന്ന് വിഗ്രഹാർപ്പിതം നിന്ന് അതേ അശുദ്ധി ജനത്തിനിടയിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ഈ ഒറ്റ കാര്യം ചെയ്യാൻ ജയിക്കുമെന്ന് പറഞ്ഞു. അത് ബാലാക്ക് പ്രയോഗിച്ചു. അത് അതുപോലെ സംഭവിക്കുകയും ചെയ്തു. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്നും ദൈവം പോയി. ഇപ്പോൾ സഭയുടെ നടുവിൽ അങ്ങനത്തെ ഉപദേശം പറയുന്ന വ്യക്തികൾ പെർഗമോസ് സഭയിലുണ്ട്, സഭയുടെ നടുവിലുണ്ട്. സഭയിൽ അശുദ്ധി ഉണ്ടാകാൻ ശ്രമിക്കുന്നവരുണ്ട്. അത് കണ്ടുപിടിപ്പാൻ തക്കണ യേശു എന്ത് ചെയ്യുന്നറിയാമോ? ഇരുവായ്ത്തലുള്ള വാളുമായി സഭയുടെ നടുവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? വചനത്താൽ ന്യായം വിധിക്കാൻ തക്കണ കടന്നു വരുന്നു. ദൈവത്തിന്റെ വചനമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഇരുവായ്ത്തലുള്ള വാൾ എന്ന് പറയുന്നു. അത് ഇന്നും കർത്താവ് സഭയിൽ വചനം വായിച്ച് ന്യായവിധി ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ കൊടുത്തിരിക്കുന്ന പേരുകൾ നമ്മുടെ ഏഞ്ചലും നമ്മുടെ റോസമേഴ്സും മാറി മാറി വായിക്കും. അതിലൊന്നാണ് നമ്മൾ വായിച്ചു, എബ്രായ ലേഖനം 4:12, 1 ഇരുവായ്ത്തലുള്ള വാൾ. രണ്ടാമത് വചനത്തിൽ കൊടുത്തിരിക്കുന്ന പേര് 1 പത്രോസ് 1:23. വായിച്ച് പെട്ടെന്ന് വായിക്കും. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞ കെടാത്ത ബീജമാണ്. ഇത് എപ്പോഴും ജീവനുള്ളതാണ്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താലാണ് ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. കർത്താവ് ഈ വചനത്താൽ നമ്മളെ രക്ഷപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഫിലിപ്പിയർ 2:15. വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ജീവന്റെ വചനം എന്നതിന് പേരുണ്ട്. ഇത് ജീവൻ നൽകുന്ന വചനമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ഈ ജീവന്റെ വചനം നമുക്ക് നിത്യജീവൻ തരുന്നുവെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 119 സങ്കീർത്തനം 105 വാക്യം. എന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. മുകടമേ, ഈ വചനം നമ്മുടെ പാതയ്ക്ക് പ്രകാശമാണ്. നിന്റെ വചനം എന്റെ കാലിന് ദീപം, എന്റെ പാതയ്ക്ക് പ്രകാശം. നമ്മളിങ്ങനെ വായിക്കുന്നു 18 സങ്കീർത്തനത്തിൽ, നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ കർത്താവ് എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഈ വചനം ദീപമായി പാതയ്ക്ക് പ്രകാശമായി നമുക്ക് നിൽക്കില്ലെങ്കിൽ നിശ്ചയമായും നമ്മുടെ യാത്ര ശുഭകരമായി തീരത്തില്ല. സാധു സുന്ദർ സിംഗ് ഹിമാലയ പർവ്വത്തിൽ കൂടെ നടന്നു പോയ സമയത്ത് ഭയങ്കര മഞ്ഞ് പെയ്യാൻ തക്കൊണ്ട് തുടങ്ങി. ആ സമയം ഒട്ടും പ്രകാശമില്ല, അന്ധകാരമാണ്. ആ സമയത്ത് എങ്ങനെ പോകുമെന്ന് വിചാരിച്ച് ഭാരപ്പെട്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു മിന്നാമിന്നിങ് ഒന്ന് മിന്നി. ആ മിന്നാമിന്നിങ്ങിന്റെ പ്രകാശം കൊണ്ട് താൻ എവിടെ നിൽക്കുന്നുള്ള അപകട സാധ്യതയുള്ള സ്ഥാനം കണ്ടുപിടിച്ചു. ഒരു ചോടിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ താൻ വലിയ കൊക്കയിലേക്ക് ഇരുന്ന് ചാടി. നോക്കണം, ആ മിന്നാമിന്നിങ്ങിന്റെ പ്രകാശം, ചെറിയൊരു പ്രകാശം കൊണ്ട് തന്നെ വലിയ അപകടത്തിന് വിടിവിച്ചെന്ന് ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിത യാത്രയിൽ, ക്രിസ്തീയ യാത്രയിൽ നമ്മുടെ പാതയ്ക്ക് ദീപമായി, അതേ നമ്മുടെ ഈ ജീവന്റെ വചനം, നിന്റെ വചനം എന്റെ കാലിന് ദീപവും, എറിപ്പാനിപ്പാൻ പാതയ്ക്ക് പ്രകാശവും, വഴിതെറ്റാതിരിപ്പാൻ ദൈവത്തിന്റെ വചനം ദീപമായി പ്രകാശമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന, യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന ഇരുവായിട്ടുള്ള വാൾ ഈ സഭയിൽ നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. 1 പത്രോസ് 2:2 വായിച്ച്. ഇപ്പോൾ ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ഇത് മായമില്ലാത്ത പാലാണ്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ഈ പാൽ നമ്മൾ കുടിക്കണം ദൈവമക്കളെ. എങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ തക്ക നോക്കത്തുള്ളൂ. മറ്റ് കലർപ്പൊന്നും ചേർത്ത് നമ്മൾ ഈ പാല് കുടിക്കരുത്. ദൈവത്തിന്റെ വചനം അത് മായമില്ലാത്ത പാലാണ്. അതിൻ്റെ അകത്ത് മായം ചേർക്കാൻ തക്കുന്ന ആൾക്കാര് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ തക്കൊണ്ടും സഭയുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു. ഇനി യെരമ്യാവ് എന്താ പറയുന്നത്? യെരമ്യാ പ്രവചനം 23:29. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. വചനം തീ പോലെയാണ്, പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ഏത് കല്ല് പോലുള്ള ഹൃദയത്തെയും മെഴുകു പോലെ ഒരുക്കുവാൻ കഴിവുള്ള ചുറ്റികയാണ് ദൈവത്തിന്റെ വചനം. ഇത് തീയാണ്. ഈ വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നു. അതുപോലെ അപ്പോസ്തലപ്രവൃത്തി 20:32 വായിക്കുന്നത്.
വരുത്തുവാനും സകല വിശുദ്ധന്മാരോട് കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഫരമേൽപ്പിക്കുന്നു. ഇത് കൃപയുടെ വചനമാണ്. ദൈവം നമുക്ക് തന്നല്ലോ. കൃപ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്നതാണ് കൃപ എന്ന് പറയുന്നത്. ഈ കൃപയുടെ വചനം, ദൈവം നമുക്ക് തന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാരണം ഈ കൃപയുടെ വചനമാണ് നമ്മളെ ആത്മീയ വർധന വരുത്തുന്നത്. ഒരു ദിവസം ദൈവത്തിന്റെ വചനം അല്പസമയം ഒന്ന് വായിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു അന്ധകാരമാണ്. ദൈവമക്കളെ, നമ്മൾ എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനം വായിക്കണം, ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒന്നാണ്. 19-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? 3 വാക്യങ്ങൾ. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ. തേനേക്കാട്ടിലും രുചിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം ഓരോ ദിവസം തോറും വായിക്കുമ്പോൾ അതിന്റെ രുചി കൂടി വരികയാണ്. ഈ ദൈവത്തിന്റെ വചനം നമ്മളെ രുചിപ്പിക്കുന്നതാണ്. യാക്കോബ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 1-ാം അധ്യായം 23-24 വാക്യം. യാക്കോബ് 1:23-24. കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെ താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. ദൈവത്തിന്റെ വചനം ഒരു കണ്ണാടിയോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ്. കണ്ണാടി, നമ്മളെപ്പോഴും ഒരുങ്ങാൻ നേരത്തെ കണ്ണാടി പോയി നോക്കുമല്ലോ, എങ്ങനെയുണ്ട് എന്റെ മുഖം, എങ്ങനെ ഇരിക്കുന്ന എന്റെ മുടി എന്ന് പറഞ്ഞ പോലാണ് ദൈവത്തിന്റെ വചനം. നമ്മൾ ദൈവത്തിന്റെ വചനം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ അവസ്ഥ എപ്രകാരമാണെന്ന് നമുക്ക് കണ്ടുപിടിപ്പാൻ കൊണ്ട് കഴിയുന്നത്. കണ്ണാടി നോക്കുന്ന പോലെ കണ്ണാടി മൊത്തം നമ്മുടെ അവസ്ഥ വെളിപ്പെടുത്തും, നമ്മുടെ സൗന്ദര്യം വെളിപ്പെടുത്തും. ഞാൻ പറഞ്ഞാണെന്ന് എനിക്ക് അറിയത്തില്ല. ആഫ്രിക്കയിൽ പോയി പ്രവർത്തിച്ച ഒരു മിഷണറി, ആ മിഷണറിയുടെ വീട്ടിൽ ആഫ്രിക്കയിലെ രാജ്ഞി, അവിടുത്തെ കറുത്തവർഗത്തിൽപ്പെട്ട രാജ്ഞി മിഷണറിയെ കാണാൻ വന്ന കാര്യം ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല. ആ മിഷണറിയുടെ ഭവനത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വരാന്തയിൽ തൂക്കിയിരിക്കുന്ന കണ്ണാടി അതെന്താന്ന് കാണാൻ തക്കൊണ്ടൊന്ന് പോയി. ഈ രാജ്ഞി, ഈ കറുത്തവർഗത്തിൽപ്പെട്ട രാജ്ഞി ഇതുവരെയും കണ്ണാടി കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് കണ്ണാടി കാണുന്നത്. അവർ കുണുങ്ങിയ നടക്കുന്നു, വലിയ സുന്ദരിയാന്ന് പറഞ്ഞ് നടക്കുന്നു. ഈ കണ്ണാടി പോയി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ രൂപം മനസ്സിലായി, പിശാചിനെ പോലെ ഇരിക്കുന്നു. അതുവരെ അവർ സുന്ദരിയാന്ന് വിചാരിച്ച് നടക്കുക. ഉടനെ അവർക്കൊരു സങ്കടമായി. ആ മിഷണറി പറഞ്ഞ് ഈ കണ്ണാടി എനിക്ക് വിലക്കരാന്ന് ചോദിച്ചു. ഉടനെ വില തരണ്ടെന്ന് പറഞ്ഞ് രാജ്ഞിക്ക് ആ കണ്ണാടി ഫ്രീ ആക്കും. അത് കയ്യിലോട്ട് കിട്ടുകയും രാജ്ഞി നിലത്തോട്ട് വലിച്ചെറിഞ്ഞ് തല്ലിപ്പൊട്ടിച്ചോളും. എന്താണെന്നറിയാമോ? ഉള്ള കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട്. ദൈവദാസന്മാർ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം ആധികാരികമായി പ്രസംഗിക്കുമ്പോൾ പലർക്കും പ്രയാസം ഉണ്ടാകും, ചിലർ സന്തോഷിക്കും. കണ്ണാടി നമ്മുടെ ഉള്ള അവസ്ഥ വിളിച്ചറിയിക്കുന്നു. എന്നും നമ്മൾ രാവിലെയും വൈകുന്നേരവും, ചുരുക്കം എങ്കിലും രാവിലെയും വൈകുന്നേരവും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ള അവസ്ഥ മനസ്സിലാക്കുവാൻ തക്കണം ദൈവമായ കർത്താവ് ഇടയാക്കി. ഒരു വാക്യം കൂടെ, യെരമ്യാ പ്രവചനം 15:16. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങളിൽ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ഈ വചനം ദൈവത്തിന്റെ ജീവന്റെ അപ്പമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഭക്ഷിക്കും തോറും നമ്മുടെ ബലം വർദ്ധിക്കും. ദൈവത്തിന്റെ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് ബലം ലഭിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാന് പ്രത്യക്ഷപ്പെടുന്നത് നിലവിളക്കയുടെ നടുവിൽ കൂടി നടക്കുമ്പോൾ ഇരുവായിട്ടുള്ള വാൾ അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നു. ഈ വാളാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇരുവായിട്ടുള്ള വാളാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. ഈ ഇരുവായിട്ടുള്ള വാളാണ് അതേ നമ്മളെ മിനുസപ്പെടുത്തുന്നത്. ഈ ഇരുവായിട്ടുള്ള വാളാണ് നമ്മൾ തേടിനെപ്പോൾ രുചിപ്പിക്കത്തക്കുള്ള വചനം നമുക്ക് തരുന്നത്. ഈ ഇരുവായിട്ടുള്ള വാളാണ് കെടാത്ത ബീജമായി നമ്മളെ നിലനിർത്തുന്നത്. ഈ ഇരുവായിട്ടുള്ള വാളാണ് നിത്യജീവൻ നൽകുന്ന ജീവന്റെ വചനമായി നിൽക്കുന്നത്. ഈ ഇരുവായിട്ടുള്ള വാളാണ് നമ്മുടെ പാതയ്ക്ക് അതേ പ്രകാശവും അതേ നമ്മുടെ കാലിന് ദീപവുമായിരിക്കുന്നത്. ഈ ഇരുവായിട്ടുള്ള വാള് മായമില്ലാത്ത പാലാണ്. ഈ ഇരുവായിട്ടുള്ള വാള് തീയാണ്, അത് നമ്മളെ ശുദ്ധീകരിക്കും. പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ഈ ഇരുവായിട്ടുള്ള വാള് കൃപയുടെ വചനമാണ്. ഈ ഇരുവായിട്ടുള്ള വാൾ കണ്ണാടിയാണ്, അത് ജീവന്റെ അപ്പമാണ്. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടന്നു വരാം. അതേ അവന്റെ മുഖം 16-ാമത്തെ വാക്യം, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു. യേശു ക്രിസ്തുവിന്റെ മുഖം
യോഹന്നാൻ ഇപ്പോൾ കാണുന്നത് സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആകുന്നു. നമുക്ക് ആ കാര്യം ഒന്ന് ചിന്തിക്കാം. യേശു ക്രിസ്തുവിന്റെ മുഖം. ശൂലേമി ഉത്തമയത്തിൽ ശൂലേമിയോട് ചോദിച്ചു, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്താണ് വിശേഷത? എന്റെ പ്രിയൻ വെണ്മയും ചൂപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ എന്ന് വായിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെടുത്ത് ശൂലേമി വർണ്ണിപ്പാൻ തക്ക ഇടയായിത്തീർന്നു. പ്രിയന്റെ മുഖം, അതുപോലെ പ്രിയൻ പ്രിയയുടെ മുഖവും നോക്കുന്നതായി. എന്റെ പ്രിയെ, നിന്റെ മുഖം എത്ര മനോഹരമായിരിക്കുന്നു. നമ്മുടെ പ്രിയനാണെങ്കിലോ 10,000 പേരിൽ സുന്ദരനായ നമ്മുടെ യേശു. യോഹന്നാൻ യേശു ക്രിസ്തുവിന്റെ മുഖം കണ്ടിട്ടുള്ളവനാ, അവസാനം വരെ കണ്ടവനാ. കാൽവരി ക്രൂശിൽ കിടക്കുമ്പോൾ അവിടെ വായിക്കുന്ന കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവന്റെ മുഖം വിരൂപമായി തീർന്നായി നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തനി രൂപം ഒന്ന് കാണിപ്പാൻ തക്കൊണ്ടോ, താൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണിപ്പാൻ തക്കൊണ്ടോ യേശു പത്രോസിനെയും യോഹന്നാനെയും വിളിച്ചുകൊണ്ട് മറുവ മലയിലേക്ക് പോയതായി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവൻ മറുവ മലയിൽ കയറിയപ്പോൾ ഉയർന്ന ഒരു മലയിൽ കയറിയെന്ന, അത് താബോർ മലയായിട്ട് നമ്മൾ കാണുന്നു. 17-ാം അധ്യായം 2-ാമത്തെ വാക്യമായിട്ട് മത്തായി 17:2. അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ട് അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. നോക്കണമേ, അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. നോക്കണമേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മറുവമലയിൽ പത്രോസും യാക്കോബും യോഹന്നാനുമായി കയറിയപ്പോൾ അവൻ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. സൂര്യനെ പോലെ പ്രകാശിച്ചു. ഇവിടാണ് യേശു ക്രിസ്തുവിന്റെ എന്റെ ഉള്ള അവസ്ഥ. ദേഹമെന്ന തെരശീല കൊണ്ട് ഒതുക്കിയിരുന്ന ആ തെരശീല അങ്ങോട്ട് മാറ്റിയിട്ട് തന്നെ കാണിച്ചു കൊടുത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുവാൻ കൊണ്ട് കഴിയുന്നത്. അപ്പോഴാണ് മനസ്സിലായി, ഇത് വലിപ്പമുള്ളതാണ്, തികവുള്ള വലിയൊരു കൂടാരമാണ്. 3 ദേവാലയങ്ങൾ പണിതിട്ടുണ്ട്. 1 ശലോമോൻ, 2 സെരുബാബേൽ, 3 ഹേരോദാവ്, 4-ാമത്തെ ദേവാലയം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഈ മന്ദിരം പൊളിപ്പി, ഞാനതിനെ 3 ദിവസം കൊണ്ട് പണിയും. യേശു ഒരു ദേവാലയമായിരുന്നു. അത് എബ്രായലേഖൻ 9:11-12 എബ്രായലേഖന കർത്താവ് പറഞ്ഞത് ഞാൻ പറഞ്ഞതാണ്. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപ്രഭുനായി വന്നിട്ട് കൈപ്പണിയല്ലാത്ത മറ്റാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരം. അത് വലിപ്പമുള്ള കൂടാരമായിരുന്നു, തികവുള്ള ഒരു കൂടാരമായിരുന്നു. വലിപ്പമുള്ള യേശുവിന്റെ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്. അത് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതാണ്. ആദാമ്യ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതായിരുന്നില്ല. പ്രത്യേകമായി ഒരുക്കിയൊരു ശരീരമാണ്. അത് തികവുണ്ടായിരുന്നു, പൂർണ്ണതയുണ്ടായിരുന്നു, അത് വലിപ്പമുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ വായിക്കുന്ന മറിയയുടെ ഉദരത്തിൽ ജനിച്ചു, നസറേത്തിൽ വളർന്നു. യേശു ക്രിസ്തു ബേഥലേഹേമിലാണ് ജനിച്ചത്, പക്ഷെ വളർന്നത് നസറേത്തിലാണ്. യേശു ക്രിസ്തു നോക്കുമ്പോൾ താഴ്ചയുള്ള ശരീരം, ഉറക്കം വരുന്ന ശരീരം, വിശക്കുന്ന ഒരു ശരീരം, ദാഹിക്കുന്ന ഒരു ശരീരം, ക്ഷീണം വരുന്ന ഒരു ശരീരമായിരുന്നു യേശു ക്രിസ്തുവിന്റെ ശരീരം. എന്നാൽ ആ ശരീരത്തിന്റെ മഹത്വം ഒന്ന് കാണിക്കാൻ പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെയും മറുമലയിൽ കൂട്ടിക്കൊണ്ടു പോയപ്പോൾ താൻ അവിടെ വെച്ച് രൂപാന്തരപ്പെട്ടു. ഭൂമിയിൽ ഒരലക്കാരനെ കൊണ്ടുപോലും വെളുപ്പിക്കാൻ പാടില്ലാതെ വണ്ണം അവന്റെ ശരീരം, അവന്റെ വസ്ത്രം വെണ്മയായി തീർന്നു എന്നാണ് വായിക്കുന്നത്. അവന്റെ വസ്ത്രം വെണ്മയായി തീർന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെയായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ വെളിപ്പാടുകാരനാകുന്ന യോഹന്നാന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇവിടെ വായിക്കുന്നത് മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെയായി. യേശു ക്രിസ്തുവിന്റെ മുഖം ശക്തിയോടെ പ്രകാശിക്കുന്നു. ദൈവദൃഷ്ടി അവിടെ വെച്ചാണ് ദൈവശബ്ദം ഉണ്ടായത്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം ഉണ്ടായത്. ഇനി മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ യേശു ക്രിസ്തുവിന്റെ മുഖം എങ്ങനെ ഉണ്ടായിരുന്നു? പുറപ്പാട് പുസ്തകം 34:30 ഒന്ന് വായിച്ചു. അഹരോനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ടു. അതുകൊണ്ട് അവർ അവന്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു. നോക്കണമേ, യേശു ക്രിസ്തു അല്ല, നമ്മുടെ മോശ നമ്മുടെ ദൈവത്തോടുകൂടെ 40 രാവും 40 പകലും സീനായി പർവ്വതത്തിൽ ഇരുന്ന് ദൈവത്തിൽ നിന്ന് ന്യായപ്രമാണമൊക്കെ ഏറ്റുവാങ്ങി തിരിച്ചു വരുന്ന ഒരു സന്ദർഭമാണ് അവിടെ വായിക്കുന്നത്. അതിനെ 18-ാമത്തെ വാക്യം വായിച്ചേ. 18 പുറപ്പാട് 34:18. അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ അതേ അവൻ
ഞാൻ മഹിമ ഒക്കെയും നിന്റെ മുൻപാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തിൽ നിന്റെ മുൻപാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും. കരുണ കാണിപ്പാൻ എനിക്ക് ഒരു മനുഷ്യൻ കണ്ട് ജീവനോട് ഇരിക്കയില്ല എന്നും അവൻ കൽപ്പിച്ചു. നിന്റെ തേജസ് എന്നെ ഒന്ന് കാണിച്ചു തരണമേ എന്നാണ് പറഞ്ഞത്. എന്നെ കണ്ടവൻ കാണുന്നതിൽ കണ്ടു ഞാൻ ജീവിച്ചിരിപ്പാൻ തക്കണം സാധ്യമല്ല. എന്നാൽ മോശ ദൈവത്തെ ഒരു ഭാഗം കണ്ടു. അതുകൊണ്ടാണ് എബ്രായർ 1-ാം അധ്യായം വായിക്കുന്നത്. ദൈവം പണ്ട് ഭാഗമായി വിവിധമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു വായിക്കുന്നു. മോശ 40 രാവും 40 പകലും സീനായി പർവ്വതത്തിൽ ഇരുന്ന് ഇറങ്ങി വന്നപ്പോൾ ഇസ്രായേൽ ജനം അവന്റെ മുഖത്തേക്ക് നോക്കിയ വേളയിൽ അവന്റെ മുഖത്ത് നോക്കാൻ പാടില്ലാതെ വണ്ണം അവരുടെ കണ്ണ് മങ്ങിപ്പോയി. കാരണം അവന്റെ ത്വക്ക് പ്രകാശിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തോടുകൂടി 40 രാവും 40 പകലും വരുന്ന മോശയ്ക്ക് അവന്റെ ത്വക്ക് പ്രകാശിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ വണ്ണം അവർ മുഖം മറച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവത്തെ നമ്മൾ കാണുമ്പോൾ എങ്ങനെയായിരിക്കും? സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ. മധ്യാഹ്ന സൂര്യനെ നമുക്ക് നോക്കാൻ തക്കൊണ്ട് സാധ്യമല്ല. സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു നമ്മുടെ കർത്താവിന്റെ മുഖം. അപ്പോസ്തലപ്രവൃത്തി 26:13 പൗലോസ് പറയുന്ന സാക്ഷ്യം ഒന്ന് വായിച്ചു. 26:13. രാജാവെ, നർപ്പിച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. നോക്കണമേ, സൂര്യനെ കവിയുന്ന ഒരു പ്രകാശമാണ് ശൗലിനെ കുതിരപ്പത്തിൽ തള്ളി താഴെയിട്ടത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. തന്റെ സാക്ഷ്യത്തിൽ 26-ാം അധ്യായത്തിൽ പറയുന്നു, ഈ പ്രകാശം സൂര്യൻ ശക്തിയോടെ ആറിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചാണ് ശൗല് പോയത്. എന്നാൽ മുള്ളിന്റെ നേരെ ഉതയ്ക്കുന്നത് ശരിയല്ല എന്ന് അവന് ദൈവശബ്ദമുണ്ടായി. സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ പ്രകാശം അവനെ അടിച്ച് താഴിടുവാൻ തക്കൊണ്ടിയായിരുന്നു. 1 തിമോഥെയോസ് 6:16 നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തെ ധന്യനായ ഏകാധിപതിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. നോക്കണമേ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ നമ്മുടെ കർത്താവിനെ കുറിച്ചാണ്. ആ കർത്താവിനെ കാണാനാണ് നമ്മൾ പോകുന്നത്. ഈ ഭാഗം പറഞ്ഞ് നമുക്ക് ഇന്ന് രാത്രി കാലം നിർത്താം. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. മലാക്കി പ്രവചനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം, നീതി സൂര്യൻ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ പുരോഭോഗ ശാന്തിയോടുകൂടെ ഉദിക്കും. നീതി സൂര്യൻ നമ്മുടെ കർത്താവായ യേശുവിന് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് നീതി സൂര്യൻ. പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാൻ അതേ 9-ാമത്തെ തന്റെ വിശേഷതയായിട്ട് പറഞ്ഞിരിക്കുന്നത് സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെയായിരുന്നു. 7 സഭകളുടെ അടുക്കൽ കൂടെ നടക്കുന്ന കർത്താവ് തേജസ്കരിക്കപ്പെട്ടവനായി നടക്കുകയാണ്, മഹത്വപൂർണനായി നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് ചില വാക്കുകൾ വായിച്ച് ആ ഭാഗം വിടാം. 84-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം എന്താ വായിക്കുന്നത്? യഹോവ സൂര്യൻ പരിചയമാകുന്നു. യഹോവ സൂര്യൻ പരിചയമാകുന്നു എന്ന് വായിക്കുന്നു. നമ്മുടെ യഹോവയെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നത് സൂര്യനാണ്, പരിചയമാണ്. പരിചയം എന്ന് പറഞ്ഞാൽ നമ്മളെ കാത്തു സൂക്ഷിപ്പാൻ കഴിവുള്ള എന്നർത്ഥമാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കാണത്തക്കവണ്ണം അതിഭയങ്കരമായ തേജസ്സിനാണ് നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ കൂടാരങ്ങളിൽ, നമ്മുടെ സഭയിൽ കടന്നു വരുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ മഹോപദ്രവകാലത്തിൽ കൂടി കടന്നു പോകുന്ന പീഡനം അനുഭവിക്കുന്ന ജനം പറയുന്നുണ്ടാ. 6:16 സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അന്ന് മഹോപദ്രവകാലത്ത് കഷ്ടത്തിൽ കൂടി കടന്ന് ദൈവത്തിന്റെ വചനം അനുസരിക്കാത്ത, ഇതാണ് രക്ഷാ ദിവസം, ഇതാണ് സുപ്രസാദ കാലം എന്ന് പറഞ്ഞ് ദൈവത്തിനെ അറിയിക്കുന്ന ദൈവദാസന്മാരെ അഗണ്യമായി വിചാരിച്ചു നടന്ന ജനത്തെ ഇപ്പോൾ അവർ വിളിച്ചു പറയാണ്, ഞങ്ങളെ മറക്കണം, പാറയെ വന്ന് മറക്കേ, മലകളെ വന്ന് മൂടുവി. കാരണം കുഞ്ഞാടിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ മുഖം ഞങ്ങൾക്ക് കാണാനൊക്കത്തില്ല, അതുകൊണ്ട് ഞങ്ങളെ മറപ്പീൻ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു സന്ദർഭം വരും. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ
നമ്മുടെ ദൈവത്തിന്റെ മുഖത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 3 അനുഗ്രഹങ്ങൾ നമുക്ക് വായിക്കാൻ വേണ്ടി വായിച്ചാട്ടെ. യഹോവ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വയ്ക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. 3 അനുഗ്രഹങ്ങളാണ് പറയുന്നത്. യഹോവയുടെ തിരുമുഖം നിന്റെ മേൽ പ്രകാശിക്കട്ടെ, നിന്നെ ഉയർത്തട്ടെ, നിന്നെ അനുഗ്രഹിക്കട്ടെ. ആ തിരുമുഖത്തിൽ നിന്ന് ഇന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സങ്കീർത്തനങ്ങൾ 3 വാക്യങ്ങൾ വായിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. 80-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടത് നിന്റെ മുഖം ഞങ്ങളുടെ മേൽ പ്രകാശിക്കണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിക്കണമേ. ദൈവത്തിന് സ്തോത്രം. 44-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. നിന്റെ ല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. നിന്റെ വലം കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. അവരുടെ ആയുധങ്ങൾ കൊണ്ടല്ല അവർ ജയിച്ചത്, അവരുടെ പരിചയം കൊണ്ടല്ല അവർ രക്ഷപ്പെട്ടത്. ഇവിടെ വായിക്കുന്നത് ദൈവത്തിന്റെ മുഖപ്രകാശം കൊണ്ടാണ്. ഈ പ്രകാശം നമ്മൾ പ്രാപിച്ചിട്ടുണ്ടോ? ഈ പ്രകാശത്തിന്റെ അരികെ ഇരുന്നിട്ടുണ്ടോ? ഈ പ്രകാശത്തിന് നമ്മൾ അനുഗ്രഹം വാങ്ങിപ്പാൻ തക്ക ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അതേ 119-ാം സങ്കീർത്തനം 135-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അടിയന്റെ മേൽ നിന്റെ മുഖം പ്രകാശിപ്പിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അടിയന്റെ മേൽ നിന്റെ മുഖം ഒന്ന് പ്രകാശിപ്പിക്കണമേ. ദൈവത്തിന്റെ തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ മുഖം നമ്മുടെ മേൽ നിന്ന് പ്രകാശിക്കട്ടെ. 2 വാക്കുകൾ വായിച്ച് നമുക്ക് ആ ഭാഗം വിടാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിയതിന് തങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം നമ്മുടെ മേൽ പ്രകാശിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ? അവങ്കിലേക്ക് നോക്കിയവർ, 34-ാം സംഗീതം വായിക്കുന്നില്ലേ? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നമ്മൾ സ്തേഫാനോസിനെ കുറിച്ച് വായിക്കുന്നത്, ന്യായാധിപ സംഘത്തിലുള്ളവരെല്ലാവരും സ്തേഫാനോസിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം അവസാനത്തെ വാക്യത്തിൽ വായിക്കുന്നു, ന്യായാധിപ സംഘത്തിലുള്ളവരെല്ലാവരും സ്തേഫാനോസിന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ ശോഭിക്കുന്നതായി കണ്ടു. എന്നിട്ടും ആ ചെറുപ്പക്കാരനെ അവർ കല്ലെടുത്ത് എറിഞ്ഞു കൊന്നുകളഞ്ഞു. അത്ര ദുഷ്പ്രവൃത്തിയാണ് അവിടെ സംഭവിച്ചായി നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. നമ്മൾ പുതിയ യെരൂശലേമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ വായിക്കുന്നത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കും. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. നോക്കണമേ, പുതിയ യെരൂശലേമിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ വരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുള്ളൂ. ആ നഗരമാണ് നമുക്ക് വേണ്ടി പണിതുകൊണ്ടിരിക്കുന്നത്. ആ നഗരത്തിലേക്ക് നമ്മളെ താമസിപ്പിക്കാൻ വേണ്ടി കർത്താവ് വീണ്ടും വരുന്നു. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിന് ഇറങ്ങി വരും എന്ന് നമ്മൾ വായിക്കുന്നില്ലേ? ആ നഗരത്തിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടുന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഇപ്പോൾ അതുപോലെ തന്നെ പുതിയ യെരൂശലേമിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ആ വീട്ടിലേക്ക് നമ്മളെ ചേർക്കാൻ തക്കണം സമയമായി. അവിടെ പ്രകാശത്തിന് ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ല, സൂര്യന്റെ ആവശ്യമില്ല, ചന്ദ്രന്റെ ആവശ്യമില്ല. അവിടെ വായിക്കുന്നത് ദൈവ തേജസ്സാ നഗരത്തെ പ്രകാശിപ്പിക്കും. അതിന്റെ വിളക്കെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കും. 22-ാം അധ്യായം 5-ാമത്തെ വാക്യം വെച്ച് 22-5. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഓ സ്തോത്രം! നമ്മൾ ആ നഗരത്തിൽ ഇരിക്കുമ്പോൾ മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. ദൈവ തേജസ്സിനാൽ ആ നഗരം മൊത്തം പ്രകാശിതമായിക്കൊണ്ടിരിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ വിശേഷത എത്ര വലിയതാണ്! ദൈവത്തിന് സ്തോത്രം. നമ്മൾ താമസിയാതെ നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ആ പ്രകാശം നമ്മുടെ മേൽ ഒന്ന് അടിക്കുവാൻ
ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നേർപ്പിച്ചു കൊടുക്കാം. ഒരു സംഭവ ചരിത്രം കൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കാരണം ഇന്നത്തെ എൻ്റെ അല്പം മനപ്രയാസം എനിക്കുണ്ടായി. അതായത് എൻ്റെ ബാറ്ററി ഡൗണായി പോയി. ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വെളിപ്പാട് പുസ്തകം ക്ലാസ് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു നിലയിൽ തടസ്സമുണ്ടാകും. ദൈവത്തിന്റെ മുഖം പ്രകാശിക്കുക. ദൈവത്തിന്റെ മുഖത്തിന്റെ പ്രകാശം കണ്ടവരാരുണ്ട്? പലരും കണ്ടിട്ടുണ്ട്, സാധു സുന്ദർശം കണ്ടിട്ടുണ്ട്. എന്നാൽ പാലക്കാട്ട് ഒരു കുടുംബം, അദ്ദേഹത്തിന്റെ 6 വയസ്സുള്ള മകൻ ഒരു സാക്ഷ്യം പറഞ്ഞത്, ആ മകന്റെ പേര് വിനോദ് വെങ്കിട്ടരാമൻ എന്നാണ്. അദ്ദേഹം ബീഹാറിൽ അനേകരെ മിഷണറിമാരെ ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവിന്റെ ശ്രേഷ്ഠദാസനാണ് വിനോദ് വെങ്കിട്ടരാമൻ. അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് ലളിത എന്നായിരുന്നു. പാലക്കാട്ട് ഒരു അയ്യർ ഫാമിലിയാണ് ഇവര് താമസിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ മുഖത്തിന്റെ പ്രകാശത്തെ കുറിച്ച് പറയാൻ കൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഈ ലളിത ബ്രാഹ്മണ സ്ത്രീ, അവരുടെ ഭർത്താവ് നല്ല ഒരു ഉദ്യോഗസ്ഥനാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് ചില മക്കളുണ്ട്. അവർ സന്തോഷമായി അവരുടെ മര്യാദ പ്രകാരം, അവരുടെ ആചാരപ്രകാരം അവരുടെ ദേവന്മാരെ വണങ്ങിപ്പോകുന്ന ഒരു കുടുംബമായിരുന്നു. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഭർത്താവിന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരാൻ തുടങ്ങി. ഭർത്താവ് ഒരു തികഞ്ഞ മദ്യപാനിയായി മാറാൻ തുടങ്ങി. അവസാനം മദ്യം കുടിച്ച് വീട്ടിൽ സമയത്തിന് വരാതായി. ഈ സ്ത്രീ ഭർത്താവിന് ഒരു വ്യത്യാസം ഉണ്ടാകാനും അവരുടെ ദേവന്മാരുടെ അരിക്കലെല്ലാം പോയി നേർച്ച കാഴ്ച നടത്തി. ഒരു വ്യത്യാസം ഉണ്ടായി. അപ്പൊ ഈ സ്ത്രീ തീരുമാനിച്ചു, കാരണം കടം കയറാൻ തുടങ്ങി, അവർ വലിയ കടബാധ്യതയുള്ളവരായി. എന്നാൽ ആരുടെ ഒരിക്കലും കൈ നീട്ടാൻ തക്കണം അവർക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ഈ സ്ത്രീ മരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മരിക്കാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ താൻ ഇന്ന് രാത്രി ഭർത്താവ് വരുമ്പോൾ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും വിഷം കൊടുത്ത് കൊന്നിട്ട് താനും 6 പേരുണ്ടെല്ലാം മരിപ്പാൻ തക്കണം തീരുമാനിച്ചു. അങ്ങനെ വിഷം കലക്കി വെച്ചു. പിള്ളേരെല്ലാം കിടന്ന് ഉറങ്ങി. രാത്രി 12 മണി 10 മണിയൊക്കെ കഴിഞ്ഞാണ് ഭർത്താവ് വരുന്നത്. ഇവിടെ ആ അടുക്കളയുടെ അവിടെ ഇരുന്ന് വിഷമെല്ലാം കലക്കി വെച്ചിട്ട് ഭർത്താവ് വരുമ്പോൾ ഭർത്താവിനെ കുടിപ്പിക്കുക, കുഞ്ഞുങ്ങളെയും കുടിപ്പിക്കുക. ആ ഒരു തീരുമാനത്തിൽ നടന്ന സംഭവമാണ്. ആ ഒരു തീരുമാനത്തിൽ അവരെ പ്ലാനിട്ടു, ആ സ്ത്രീ പ്ലാനിട്ടു. എന്നിട്ട് അടുക്കളയുടെ ഭാഗത്ത് വിദ്യച്ചാരി ഇരുന്ന് നാളെ 6 ഡെഡ് ബോഡിയാണ് വാതിൽ കിടക്കാൻ പോകുന്നത് എന്നവൾ മനസ്സിലാക്കി. അവൾ ഒരു പ്രാർത്ഥനയുടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ ദേവന്മാരെല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചു, എവിടെ നിന്ന് ഒരു വിടുതൽ കിട്ടുമെന്ന് ഞാൻ കാത്ത് പല ക്ഷേത്രങ്ങളിലും പല അമ്പലങ്ങളിലും ഒക്കെ ഞാൻ കടന്നുപോയി. എന്നാൽ എനിക്ക് അവിടെ നിന്നൊന്നും ഒരു ശാന്തി കിട്ടിയില്ല, എനിക്കൊരു മറുപടി കിട്ടിയില്ല. ഞങ്ങളുടെ കടം കൂടി വരുന്നു, എന്റെ ഭർത്താവ് മുക്കുടിയനായി തീർന്നിരിക്കുന്നു, അലസനായി നടക്കുന്നു, ഉഴപ്പനായി നടക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെടണമേ, എന്നെ ഇതിന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു ദൈവം ഉണ്ടെങ്കിൽ. ഇങ്ങനെ പ്രാർത്ഥിച്ച് അവൾ ആ വിദ്യച്ചാര്യം ഉറങ്ങി. ഉടൻ തന്നെ തന്റെ മുറിയിലേക്ക് ഒരു പ്രകാശം അടിച്ചു. പ്രകാശം അടിപ്പിച്ചിട്ട് ചോദിച്ചു, നീ ഏതെങ്കിലും ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് മറുപടി തരണേ എന്ന് പ്രാർത്ഥിച്ചില്ലേ? അത് ഞാനാണ്, ആ ദൈവം ഞാൻ യേശുവാണ്. അതെ, നീ ഒരു കാര്യം ചെയ്യേ, നിന്റെ ഭർത്താവ് ഇന്ന് 10 മണിക്ക് വരത്തില്ല, രാവിലെ വരത്തുള്ളൂ. നീ ഒരു കാര്യം ചെയ്യേ, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു പാസ്റ്റർ പാലക്കാട് ടൗണിൽ താമസിക്കുന്നുണ്ട്. ആ പാസ്റ്ററുടെ പേര് ജപമണി പാസ്റ്റർ എന്നാണ്. ജപമണി ചിലപ്പോൾ നിങ്ങൾ കേട്ടുകയാണ്. നിങ്ങൾ എത്രയും വേഗം ആ പാസ്റ്ററെ പോയി കാണുക. നിങ്ങൾ ചെയ്യാനുള്ള കാര്യം ആ പാസ്റ്റർ നിങ്ങളെ അറിയിക്കും. നിങ്ങൾക്കൊരാശ്വാസമായി, ഉള്ളിലേക്ക് സമാധാനം വന്നു. യേശുവിന്റെ ശബ്ദം കേട്ടു. രാവിലെ പോകണമെന്നുള്ള പ്ലാൻ ചെയ്തു. രാവിലെ 6 മണിയായപ്പോൾ ഭർത്താവ് വന്നപ്പോൾ ആ ഭർത്താവിന് മുമ്പിൽ 2 കാര്യം നിരത്തി വെച്ചു. 2 ഓപ്ഷനേ ഉള്ളൂ, ഏതെങ്കിലും നിങ്ങൾക്ക് തെരഞ്ഞെടുക്കും. നമ്മളെല്ലാവരും മരിക്കാൻ തക്കണം, ഞാനിതാ വിഷം കലക്കി വെച്ചിരിക്കും. ഒന്നിൽ വിഷം കുടിക്കുക, നമ്മളെല്ലാം മരിക്കുക. 2ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഞാനൊരു ദർശനം കണ്ടു, എന്റെ ഒരിക്കൽ യേശു ദേവൻ വെളിപ്പെട്ടു. ആ ദൈവം എന്നോട് പറഞ്ഞു, അതേ ജപമണി എന്ന് പറഞ്ഞ പാസ്റ്റർ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചർച്ച ഉണ്ട്, അവിടെ പോയി കാണാൻ തക്കണം പറഞ്ഞിരിക്കുന്നു.
അതുകൊണ്ട് നിങ്ങൾ അവിടെ വരുന്നോ അതോ വിഷം കുടിച്ച് മരിക്കുന്നു? അപ്പൊ ആ മനുഷ്യൻ കള്ളുകുടിച്ച് ലക്കില്ലാതിരിക്കുകയാണ്. എനിക്ക് മതത്തെ ഏത് മതത്തിലൊരിക്കലും പോകുന്നതിന് പ്രയാസമില്ല, നമുക്ക് അവിടെ തന്നെ അങ്ങ് പോകാൻ. അവർ പെട്ടെന്ന് ഒരുങ്ങി പാലക്കാട് ടൗണിൽ ജപമണി പാഷയുടെ ആലിത്തിരിയെ കടന്നില്ല. അവിടെ ചെന്ന് കഥകെ മുട്ടി. അപ്പൊ ജപമണി പാസ്റ്ററും ഇതുപോലൊരു ദർശനം കണ്ടിരിക്കുക. ഇവർ വന്ന് കയറി ഉടനെ ജപമണി പാസ്റ്റർ പ്രവചിക്കാൻ തുടങ്ങി. ഇവരുടെ ചരിത്രം മൊത്തം പറയാൻ തുടങ്ങി. എത്ര മക്കളുണ്ടെന്നും. മക്കളുടെ ദൈവമക്കളെ, പ്രവചനങ്ങളൊക്കെ സത്യമാകട്ടോ. എല്ലാ പ്രവചനങ്ങളും അത് നിറവേറിയില്ലെങ്കിൽ അത് പ്രവചനമല്ല. അതേ, എന്നാൽ പ്രവചനം സത്യമായി പ്രവാചകന്മാർ സംസാരിക്കാൻ തോന്നുന്നു. ജപമണി പാസ്റ്റർ ഇറങ്ങി വന്നിട്ട് കണ്ടു ഉടനെ ഇവരുടെ കാര്യങ്ങളെല്ലാം അങ്ങ് ആത്മാവിൽ പ്രവചിക്കാൻ പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നിനക്ക് ഈ പാസ്റ്റർ നേരത്തെ പരിചയമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്ര മക്കളുണ്ട്, നമ്മുടെ ഇന്നത്തെ അവസ്ഥ മൊത്തം വിളിച്ചു പറഞ്ഞില്ലേ, നീ എന്നെ കളിപ്പിക്കൊന്നും വേണ്ട, തോളിട്ടെന്ന് പറഞ്ഞു, നീ ഇതെല്ലാം പാസ്റ്ററോട് പറഞ്ഞു കേൾപ്പിച്ചതാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക പാസ്റ്റർ ഒരു പ്രവചനം കൂടെ, നീ ഇപ്രകാരം ഒരു പ്രത്യേക ലഹരി കഴിക്കുന്നില്ലെന്ന് ചോദിച്ചു. അത് നീ എന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്റെ പേര് ഞാൻ പറഞ്ഞു. നീ ഇപ്രകാരം ഒരു ലഹരി കഴിക്കുന്നില്ലേ, അത് നിന്റെ ഭാര്യയോട് നീ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. ഉടൻ തന്നെ ഈ മനുഷ്യൻ അവിടെ മുട്ടുമടക്കി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. ഞങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ കുടുംബം രക്ഷപ്പെട്ടു. അദ്ദേഹം മദ്യപാനം നിർത്തി. അദ്ദേഹത്തിന്റെ മകന്റെ പേരാണ് വിനോദ് വെങ്കട്ടരാമൻ. 6ാമത്തെ വയസ്സിലാണ് ഈ സംഭവം വീട്ടിലുണ്ടാവുന്നത്. അദ്ദേഹം ഇന്ന് ബീഹാർ വലിയൊരു മിഷണറിയാണ്. 100 കണക്കിന് ദൈവദാസന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു മിഷണറിയായി മാറുവാൻ തക്കണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പൈതൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവത്തിന്റെ തേജസ് കാണുവാൻ തക്കണം നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നേർപ്പിച്ചു കൊടുക്കാം. നിന്റെ ദുഃഖത്തിന്റെ വേളയിൽ, നിന്റെ ഭാരത്തിന്റെ വേളയിൽ, നിന്റെ ക്ഷീണത്തിന്റെ വേളയിൽ നിനക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ട് മുഖം ശക്തിയോടെ ശോഭിക്കുന്ന നമ്മുടെ കർത്താവിനെ കാണുവാൻ ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. എന്നെ കേൾക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളെല്ലാവരും കാണാൻ തക്കൊണ്ട് കൂടെ ഒക്കുന്നില്ല. കാരണം എന്റെ സിസ്റ്റം മാറിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, വേദനയോടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദുഃഖത്തോടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭാരത്തോടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്നെ സഹായിപ്പാൻ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു ഈ പ്ലാറ്റ്ഫോമിലുണ്ട്, നിന്റെ ഭവനത്തിലുണ്ട്, നിന്റെ കൂടെ ഉണ്ട്. നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ, നിന്നെ താങ്ങി നിർത്തുവാൻ, നിന്നെ ഉയർത്തുവാൻ മതിയായവനായ ദൈവം ഏത് പൊന്നിലവിളക്കളുടെ നടുവിൽ അഗ്നിജ്വാലിക്കത്തെ കണ്ണുള്ളവനായി നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇന്ന് യേശു ക്രിസ്തുവിന്റെ ആ പ്രത്യക്ഷതയെ കുറിച്ച് അതേ 9 കൂട്ടം കാര്യങ്ങൾ ചിന്തിപ്പാൻ കൊണ്ട് ഇടയായി. ഇനി 3 കൂട്ടം കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ബാക്കി ഭാഗം അടുത്ത ആഴ്ച ചിന്തിക്കാം. ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ നിന്റെ വചനം കേട്ട പ്രിയപ്പെട്ടത് ആരെങ്കിലും ഭാരത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ നിരാശയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ തേജസ്കരിക്കപ്പെട്ടവനായി അവൻ ഇപ്പോൾ തന്നെ നിന്റെ സന്നിധിയിലുണ്ട്. നിന്നെ തൊടട്ടെ, നിന്നെ സൗഖ്യമാക്കട്ടെ, നിന്നെ വിടുവിക്കട്ടെ, നിന്റെ ഞെരുക്കത്തെ മാറ്റട്ടെ, നിന്നെ ഉയർത്തട്ടെ, നിന്റെ തലമുറ അനുഗ്രഹിക്കട്ടെ, നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ആശീർവാദത്തോടുകൂടി ഞാനിപ്പോൾ അവസാനം